ഓൾ വെൽക്കം ബാക്ക് ടു ക്ലൗഡ്സ് ഓഫ് ജോയ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ ഇടുന്നത്. കാര്യം മറ്റൊന്നുമല്ല, എക്സാമിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ലോങ് വീഡിയോ എന്ന് പറയുമ്പം വീഡിയോ എടുക്കണം, പിന്നെ അത് എഡിറ്റ് ചെയ്യണം, വോയിസ് ഓവറൊക്കെ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു സമയത്തിൻ്റെ കുറവ് കൊണ്ടായിരുന്നു വീഡിയോ ഇടാതിരുന്നത്. കുറച്ച് പേരൊക്കെ ലോങ് വീഡിയോ ഇടാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഇനി തൊട്ട് മാക്സിമം ലോങ് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഉറപ്പൊന്നും പറയുന്നില്ല, എന്നിരുന്നാലും മാക്സിമം വീഡിയോസിലൂടെ നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. ഇന്നത്തെ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കമൻസിൽ കുറച്ച് പേര് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. എക്സാമിന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് കിട്ടുമെന്നാണ് ചോദിച്ചിരുന്നത്. ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ വൊക്കാബ്സ്പീഡിയ എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലുണ്ട്. PSC പഠിക്കുന്ന എല്ലാവർക്കും തന്നെ വൊക്കാബ്സ്പീഡിയ ചാനലിനെക്കുറിച്ച് അറിയാവുന്നതായിരിക്കും. അതിപ്പോൾ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ സൈഡിലായിട്ട് കാണിക്കുന്നുണ്ട്. ഇതാണ് വൊക്കാബ്സ്പീഡിയ ചാനൽ എന്ന് പറയുന്നത്. ഈ ചാനലിൽ മൺഡേ ടു ഫ്രൈഡേ ഉച്ചയ്ക്ക് 2 മണിക്ക് എക്സാം നടത്തുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ അവർ ഇട്ട് തരും. 2 മണി തൊട്ട് 3 മണി വരെ നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം. 1 മണിക്കൂറായിട്ടാണ് ടൈം കൊടുത്തിരിക്കുന്നത്. കാരണം മാക്സിമം ടൈം കുറച്ചിട്ട് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 മണി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആൻസർ കീയും പിന്നെ അതോടൊപ്പം തന്നെ മാത്സിൻ്റെ എക്സ്പ്ലനേഷനും തരുന്നുണ്ട്. അപ്പോൾ മൺഡേ ടു ഫ്രൈഡേ നമുക്ക് ഡെയിലി ആ ടൈമിൽ ചെയ്യാൻ പറ്റാത്തവരാണ് നിങ്ങളെങ്കിൽ നമുക്ക് ഫ്രീ ആയിരിക്കുന്ന ടൈമിൽ തന്നെ ടെലിഗ്രാം ചാനൽ ഓപ്പൺ ആക്കിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ അത് നല്ലൊരു പ്രാക്ടീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാനും പറ്റും. പിന്നെ അതിൽ നിന്നും കിട്ടുന്ന ഏതൊക്കെ മെയിൻ ഏരിയാസ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എല്ലാ എക്സാമിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാര്യം, എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കൂടുതൽ ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ്സ് ഒക്കെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ എക്സാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മാർക്കൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് തെറ്റ് വരുന്ന ഭാഗങ്ങൾ, എനിക്ക് അറിയാത്ത കാര്യങ്ങളും ഉണ്ടല്ലോ. ഒന്നില്ലെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ നെഗറ്റീവ്സ് വരുന്ന ക്വസ്റ്റ്യൻസ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബുക്കിൽ ഞാൻ ഈ ആൻസർ കീ വെച്ചിട്ടുള്ള എനിക്ക് അറിയാൻ വയ്യാത്തതും തെറ്റുന്ന കാര്യങ്ങൾ എഴുതി വെക്കും. എഴുതി വെച്ചിട്ട് എല്ലാ ദിവസവും ഞാൻ ആ ബുക്കിലുള്ള കാര്യങ്ങൾ കുറച്ച് റിവൈസ് ചെയ്ത് പോകാറുണ്ട്. കാര്യം അപ്പം ഈ തെറ്റുന്ന കാര്യങ്ങൾ പിന്നീട് ഒരിക്കൽ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ തെറ്റാൻ പാടില്ലല്ലോ. അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ബുക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് നല്ല മാറ്റമുണ്ട്. മീൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തെറ്റാറില്ല ഇപ്പം. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്ഷൻ ചെയ്ത് നോക്കിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഇതിപ്പം മൺഡേ ടു ഫ്രൈഡേ ആണ് അവർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് ആഴ്ചയിൽ 2-3 എണ്ണമേ ചെയ്യാൻ പറ്റത്തുള്ളെങ്കിൽ അങ്ങനെ, കഴിവതും ആഴ്ചയിൽ 1 വെച്ച് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ രണ്ടാമത് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഡിഗ്രി ലെവൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ റാങ്ക് ഫയൽ മാത്രം മതിയോ എന്ന്. റാങ്ക് ഫയൽ മാത്രം മതിയോ എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം ഡിഗ്രി ലെവൽ എക്സാംസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഡെപ്തിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് പറ്റിയ റെഫറൻസ് ബുക്കുകളുണ്ടല്ലോ. അതായത് ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലക്ഷ്മികാന്തിൻ്റെ പോളിറ്റി, അതുപോലെ ഹിസ്റ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ശ്രീധര മേനോൻ്റെ ബുക്കുണ്ട്. അതുപോലെ ഓരോന്നിൻ്റെതായ ബുക്സ് ഉണ്ടല്ലോ, അതും കൂടെ അഡീഷണൽ റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ ഒരുപാട് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതൊക്കെ റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കണം. മെയിനായിട്ടും ബേസ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് SCERT NCERT ടെക്സ്റ്റ് ബുക്കിലാണ്. അതിൽ നിന്ന് വേണം പഠിത്തം തുടങ്ങാനായിട്ട്. പിന്നെ സിലബസിൻ്റെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് ഓരോ ടോപ്പിക്സും കവർ ചെയ്ത് പോകണം. അങ്ങനെയാണ് ഡിഗ്രി ലെവൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും ബേസ് വേണ്ട കാര്യം എന്ന് പറയുന്നത് മലയാളവും ഇംഗ്ലീഷും മാത്സും. അത് മസ്റ്റായിട്ടും ഡെയിലി വർക്കൗട്ട് ചെയ്യണം. കാരണം നല്ലൊരു ഭാഗം മാർക്സ് ഈ സബ്ജക്ട്സ് കവർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 3 സബ്ജക്ട്സ് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. ചിലർ വിചാരിക്കും മാത്സ് എനിക്കറിയാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാം, മലയാളം എനിക്ക് കുഴപ്പമില്ലാന്ന്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം നെഗറ്റീവ് വരുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ കഴിവതും
ഈ 3 സബ്ജക്ട്സും എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്ത് പോകണം. പറ്റുമെങ്കിൽ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ എടുത്ത് വെച്ച് വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ 3 സബ്ജക്ട്സിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു ദിവസം ഒരു അരമണിക്കൂർ വീതമെങ്കിലും ഈ 3 സബ്ജക്ട്സിന് മാറ്റി വെക്കണം. അങ്ങനെയാണ് ഡിഗ്രി ലെവൽ എക്സാംസിന് പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ ഒട്ടും ബേസ് ഇല്ലാത്ത ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിനെ ആശ്രയിക്കുന്നത് നല്ലതായിരിക്കും. അത് എൻ്റെ അഭിപ്രായമാണ്. കാരണം നമുക്ക് എക്സാമിനെ കുറിച്ച് അറിയത്തില്ല, നമ്മൾ ആദ്യമായിട്ടാണ് പഠിച്ചു തുടങ്ങുന്നത്. ഡിഗ്രി ലെവലെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു എക്സാം ആണല്ലോ. അപ്പോൾ ഒന്നും അറിയാത്ത തുടക്കക്കാരാണ് നിങ്ങളെങ്കിൽ ഒരു ഓൺലൈനോ അല്ലെങ്കിൽ ഓഫ്ലൈനോ പ്ലാറ്റ്ഫോമിനെ നോക്കുന്നത് നല്ലതായിരിക്കും. ഇത് എൻ്റെ ഒരു സജഷനാണ്. ഇത്രയും കാര്യങ്ങളാണ് കമൻസിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതിനുള്ള മറുപടിയൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനോ അല്ലെങ്കിൽ ചോദിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻസായിട്ട് ചോദിക്കാവുന്നതാണ്. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ. താങ്ക് യു.